എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീയൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പഴയ എക്സ്റേ ഷീറ്റൊക്കെ കാണില്ലേ നമ്മുടെ വീട്ടിൽ, അതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇത് അങ്ങനെയൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ എക്സ്റേ ഷീറ്റ് വെച്ചിട്ടാണ് നല്ലൊരു ക്രാഫ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. എന്നിട്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക, പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഐഡിയയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലൊരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കുറച്ചൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ പകുതി ഭാഗം വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പകുതി മതി. നമ്മളിപ്പോൾ ഇത് മടക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ നിവർത്തുമ്പോൾ അത് ഫുള്ളായിട്ട് രണ്ട് സൈഡും കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം പേപ്പർ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മടക്കി വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ഹാഫ് ഭാഗം വരയ്ക്കുക കേട്ടോ. വരയ്ക്കാൻ അറിയാത്തവർ ഏതെങ്കിലും ഒരു പടം എടുത്തിട്ട് അത് ട്രേസ് ചെയ്തെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ബട്ടർഫ്ലൈസിൻ്റെ ഇമേജൊക്കെ കിട്ടും. അത് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വരയ്ക്കുക, അതായത് ട്രേസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പേപ്പർ ഫോൾഡ് ചെയ്ത പോലെ തന്നെ എക്സ്റേ ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ വരച്ചെടുത്ത ആ ഒരു ഇമേജ് വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിവർത്തുമ്പോൾ അത് ശരിക്കും ബട്ടർഫ്ലൈൻ്റെ ഫുള്ളായിട്ടുള്ള ഇമേജ് കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ വരച്ചത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരത്തെ ഞാൻ ചെയ്തില്ലേ, ഒരു ചോക്ക് വെച്ച് വരച്ചിട്ട് അങ്ങനെയായാലും ചെയ്തെടുത്താലും മതി. അങ്ങനെ നമുക്ക് എല്ലാ ബട്ടർഫ്ലൈസും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് കേട്ടോ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഇതുപോലെ ഫെവിക്കോൾ എടുക്കാം. എന്നിട്ട് ഒരു ബഡ്സ് വെച്ചിട്ട് ഈ ബട്ടർഫ്ലൈൻ്റെ മുകളിലായിട്ട് നമുക്ക് എവിടേക്കാണോ ഡിസൈൻ വേണ്ടത് അവിടേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള ഗ്ലിറ്റർ പൗഡർ കയ്യിലുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇതിൻ്റെ മുകളിൽ തൂകി കൊടുക്കാം. അപ്പോൾ ഗ്ലിറ്റർ പൗഡർ നമുക്ക് ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പൗഡർ ഫോമിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് കളർ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ അക്രിലിക് കളർ ഉണ്ടെങ്കിൽ നല്ല ഡിസൈനിൽ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ഒട്ടിക്കാം, ഫോം ഷീറ്റ് ഒട്ടിക്കാം, ഒക്കെ ഓപ്ഷൻസാണ്. ഇനി നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈയുടെ സെൻറ്റർ പോർഷനിലും അതുപോലെ തന്നെ ഗ്ലിറ്റർ പൗഡർ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ പാർട്സൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനോരോ കൊമ്പ് കൂടെ വെച്ച് കൊടുക്കണം അല്ലേ. അതും നമുക്ക് നമ്മുടെ ആ ഒരു പേപ്പറിൽ നിന്ന് തന്നെ, നമ്മുടെ എക്സ്റേ ഷീറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടും ജസ്റ്റ് ഒരെണ്ണം ഒട്ടിക്കുന്നുണ്ട്. ഈ ഒരു കൊമ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തോട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം. ആ ഒരു തിളങ്ങുന്ന ഭാഗത്തല്ല, അതിൻ്റെ ബാക്കിലേക്കാണ് നമ്മൾ അതിൻ്റെ ഒട്ടിക്കൽ വരേണ്ടത്. അതൊന്ന് നോക്കിയിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ.
ഇനി ഇതുപോലത്തെ ഡബിൾ സൈഡുള്ള ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സെൻറ്റർ പോർഷനൊക്കെ ഇതിലേക്ക് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ തമ്മിൽ കൂട്ടി ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഫെവിക്കോൾ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊന്തി നിൽക്കുമല്ലോ, എന്തെങ്കിലും ഒരു കട്ടിയിൽ വരുമ്പോൾ ഒരു ഭംഗിയുണ്ട്, അതുകൊണ്ടാണ്. ഫോം ഷീറ്റ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ കളർ പേപ്പർ ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അക്രിലിക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്താലും മതി കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് ഇതുപോലത്തെ എക്സ്റേ ഷീറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ ചിറകൊക്കെ നമുക്കിങ്ങനെ മടക്കി വെക്കാനൊക്കെ പറ്റും. നമ്മൾ വെക്കുന്ന പോലെ തന്നെ അത് നിന്നോളും, ഇങ്ങോട്ട് നീങ്ങൊന്നുമില്ല. സാധാരണ പേപ്പർ വെച്ചിട്ടൊക്കെ ആകുമ്പോൾ അങ്ങനെ ആവില്ലല്ലോ. അതാണ് ഇത് എക്സ്റേ ഷീറ്റ് വെച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലും ഡബിൾ സൈഡ് ടേപ്പ് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചുവരിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് എണ്ണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ അത് വെച്ചിട്ട്. അപ്പോൾ എക്സ്റേ ഷീറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട്? ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിക്ചേഴ്സൊക്കെ നമ്മുടെ മെയിലിൽ അയച്ചു തരാം. അപ്പോൾ മെയിൽ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറച്ച് പേരൊക്കെ അയച്ചു തരുന്നുണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അവരുടെ എല്ലാ പിക്ചേഴ്സും കൂടെ ഞാൻ അടുത്ത ഒരു ക്രാഫ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും പിണങ്ങണ്ട, അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുത്താം. ഇതിപ്പോൾ ഞാൻ കുറച്ച് തിരക്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് അതൊന്നും എടുത്തിട്ട് ഇതിൽ വെക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്